ക്രിസ്മസ് പരീക്ഷയിൽ തന്നെ 95% മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമുള്ള വീഡിയോ ആണ്, അവർ മാത്രം കണ്ടാൽ മതി. ഫസ്റ്റ് കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ മെന്റാലിറ്റിയാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സമയം പോകുന്ന സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ട് അതും ഇതൊക്കെ ചെയ്ത് കുറെ റാൻഡം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ട് നിങ്ങൾ സമയം കളയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ വിത്ത് എലക്സ് ചാനലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊക്കെ കുറയ്ക്കുന്നു. സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ ഒക്കെ കുറയ്ക്കണം. അതല്ലാണ്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് 90 പോയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പോലും പറ്റില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്ക്യൂസ്. എല്ലാ കുട്ടികൾക്കും ആയിരക്കണക്കിന് എക്സ്ക്യൂസ് ആണ്. എന്തുകൊണ്ട് പഠിക്കുന്നില്ല? സാർ സമയമില്ല, അതില്ല, സ്കൂളിൽ ആ പരിപാടി, സ്കൂളിൽ ഈ പരിപാടി, സ്കൂളിൽ ടീച്ചർ ശരിയല്ല, അത് ശരിയല്ല, കുറേ എക്സ്ക്യൂസ് നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എക്സ്ക്യൂസ് ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല. ആരും അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, എക്സ്ക്യൂസ് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും ഉണ്ടാവും. അത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ 90 പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ പാസ്സാവാൻ പോലും പറ്റില്ല. അതൊക്കെ മാറ്റി നിർത്തുക. അതായത് എക്സ്ക്യൂസ് ഇല്ലാതാവില്ല ഒരു ദിവസം. ആ എക്സ്ക്യൂസിനെ തരണം ചെയ്ത് തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണോ? അപ്പോൾ അത് നിർത്തിക്കും ഒന്നുമല്ല. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. മോട്ടിവേഷൻ അല്ല, പ്ലാൻ ആയിരിക്കും നിങ്ങളെ A+ വാങ്ങിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളിലെ A+ 95%, 99 കിട്ടിയ കുട്ടികളൊന്നും മോട്ടിവേഷൻ കൊണ്ടല്ല ഈ ഒരു സാധനം വാങ്ങിച്ചെടുത്തത്. അവർ കൃത്യമായിട്ടുള്ള പ്ലാനും അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. പ്ലാന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. ഫുൾ ഒരു മാസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കലൊന്നും പോസിബിൾ അല്ല. ഓരോ വീക്കിലും നിങ്ങൾ ഡെയിലി ഏതൊക്കെ ചാപ്റ്റർ പഠിക്കും, ഓരോ ചാപ്റ്റർ ഡെയിലി ഇപ്പോൾ തീർക്കാൻ പറ്റുന്നുണ്ടാവല്ലോ. അപ്പോൾ ഡെയിലി ഓരോ ചാപ്റ്ററിന് എത്ര ഭാഗം വരെ പഠിക്കുന്ന കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒരു വീക്കിന് വേണ്ടി ഫുൾ ആയിട്ട് ഉണ്ടാക്കുക. അപ്പം തന്നെ ഒരു സമാധാനമാണ്. കാരണം യു നോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രിക്ഷൻ കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആക്കും കാര്യങ്ങൾ. മാത്രമല്ല റിവിഷന് വേണ്ടിയുള്ള പ്ലാൻ വേണം. പല കുട്ടികളും വിചാരിക്കുന്നത് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾ എല്ലാം പഠിച്ചതിൻ്റെ എക്സാമിന് സമയത്താണ് ചെയ്യുന്നതെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാം പഠിച്ചില്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ല. ആ ഓർമ്മയില്ലതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കളഞ്ഞത് വേസ്റ്റ് അല്ലേ? കാരണം ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ആ പരീക്ഷയുടെ മുൻപ് ഓർമ്മയില്ലെങ്കിൽ ആ പഠിക്കാൻ വേണ്ടി 1, 2, 3, 4 മണിക്കൂർ നിങ്ങൾ എടുത്ത് വേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻ അതിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഒരു വീക്കിൽ ഫുൾ ചാപ്റ്റർ പഠിക്കൽ മാത്രം ആവരുത്. ആ വീക്കിൽ ഒരു ദിവസം എങ്കിലും മിനിമം ആ വീക്കിൽ അതിന് മുൻപത്തെ വീക്കിലോ പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അതല്ല നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റ് ആണെന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു വീക്ക്ലി പ്ലാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കണം. മൂന്നാമത് നിങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മിസ്റ്റേക്സ് ആണ്. അതിൽ 3 മിസ്റ്റേക്സ് ആണ്. ഒന്ന്, ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് തത്രപ്പാട് എടുത്ത് ട്രൈ ചെയ്യുന്ന കുട്ടികൾ. ഇപ്പോൾ 22 ചാപ്റ്റർ 23 ചാപ്റ്റർ ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല ചാപ്റ്റേഴ്സ് ഉണ്ടാവുക, ലാംഗ്വേജ് ഒന്നും കൂട്ടാതെ. അത് ഫുൾ ഞാൻ തീർക്കണം. മക്കളെ, നിങ്ങൾ ഓൾറെഡി 18 ചാപ്റ്റർ പഠിച്ചവരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഫുൾ തീർക്കണം എന്ന് വെച്ചാൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾ പെർ ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുണ്ടാവില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ റിവിഷൻ ഒന്നും ചെയ്യാതെ ആയിരിക്കും പോയി പരീക്ഷ എഴുതുന്നത്. എല്ലാം പഠിച്ചു പക്ഷെ ഒന്നും ഓർമ്മയില്ല. ആ അവസ്ഥയായി പോകും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് ടാർഗറ്റ് വെക്കുക. ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ 100% അത് ഫുൾ സെറ്റാക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. എന്നാൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് തട്ടിക്കൂടി എന്തോ കാണിക്കുകയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. ഒരു മിഡ് വേ ഉണ്ടാവില്ല എല്ലാത്തിനും. ആ രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ടാർഗറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്രിസ്മസ് എക്സാമിന് മുൻപ് വെക്കുക. അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നിങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കുക. കമ്മിങ് ടു സെക്കൻഡ് പോയിന്റ്, പെർഫെക്ഷൻ ചേസ് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. പെർഫെക്ഷൻ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെ ഉള്ളിൽ ചെയ്യണമെന്നല്ല, പക്ഷെ ചാപ്റ്റർ തീർക്കുമ്പോൾ അത് ഞാൻ ഫുൾ പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതും ഇതൊക്കെ ചെയ്താലേ അത് പഠിച്ചുള്ളൂ എന്നുള്ളൊരു ബോധ്യം അങ്ങനെ വരുന്ന ഒരു കുട്ടികളുണ്ട്. ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിവിടെ ചാപ്റ്റർ പെർഫെക്റ്റ് ആക്കാനല്ല നമ്മുടെ എയിം. നമുക്ക് റീസണബിളി മോശമില്ലാത്ത രീതിയിൽ മാക്സിമം ചാപ്റ്റർ തീർക്കുക. അതാണ് നമ്മുടെ എയിം. അപ്പോൾ ആ ഒരു രീതിയിൽ പിടിച്ചാൽ മതി. അല്ലാണ്ട് ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വശത്തു നിന്നുള്ള ആ സാധനം നടക്കാൻ പോകുന്നില്ല. റിയലിസ്റ്റിക് ആയിട്ട് പിടിക്കുക. കാരണം നമുക്ക് ഇനിയും ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാനും അതിലെ ചോദ്യങ്ങൾ ചെയ്യാനും ഒക്കെ സമയങ്ങളുണ്ട്. പക്ഷെ ആ ചാപ്റ്റർ ഇനി പഠിക്കാൻ വേറെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. ആൻഡ് ലാസ്റ്റ് കാര്യമാണ്, എന്തോ ഒരു സമയം വരും. ഇപ്പം പഠിക്കേണ്ട സമയമൊന്നുമല്ല. ഇപ്പം പഠിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. സമയമുണ്ടല്ലോ, ക്രിസ്മസ് എപ്പോഴാ? ഡിസംബറിൽ. അപ്പോൾ നവംബർ അവസാനം ആ ഒരു സമയം വരുമ്പോൾ ഞാൻ പഠിക്കും. അങ്ങനെ ഒരു സമയം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ഏതോ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ റിയാലിറ്റി ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് തീർക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ പാസ്സാവാൻ വരെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാം. ഇതൊക്കെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. ഇങ്ങനെ ആയിരക്കണക്കിന് ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത കുട്ടികളെ ഞാൻ നേരിട്ട് ഓരോ വർഷവും കാണാറുണ്ട്. എനിക്ക് കാണാൻ ഇഷ്ടമില്ല, പക്ഷെ ഈ വർഷം ഒരുപക്ഷെ ഞാൻ കാണേണ്ടി വരും.
അവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇങ്ങനത്തെ മിസ്റ്റേക്സും അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ അവർ എന്തൊക്കെയോ വിചാരിച്ച് ഞാൻ എന്തോ തന്നെ എല്ലാം ശരിയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നതുകൊണ്ടാണ് അവരെ ട്രാപ്പിൽ പെട്ടുപോയത്. നിങ്ങളുടെ ഒറ്റ റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളൂ, ആ ട്രാപ്പിൽ നിങ്ങൾ പെടരുത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ആ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമോ എങ്ങനെയാണ് ഈ മാർക്കൊക്കെ കിട്ടേണ്ടത്, എങ്ങനെയാണ് ചാപ്റ്റർ തീർക്കേണ്ടത്. ആകുള്ളത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, റെഡി സാർ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പരിപാടി അങ്ങോട്ട് തുടങ്ങിക്കോ. പിന്നെ അടിപൊളി ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ, ഓരോ ചാപ്റ്ററിനെയും കൃത്യമായുള്ള ലൈവ് ക്ലാസ്സും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് അവിടെ കിട്ടുന്നതായിരിക്കും. ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ റെക്കോർഡിംഗ് ഒക്കെ അവിടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ക്ലാസ് വെച്ചിട്ട് ഈ മൊത്തം കാര്യങ്ങൾ ഈസി ആക്കി ചെയ്യണമെങ്കിൽ ബാച്ചിൽ കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നെവർലെസ് പോയിന്റ് ഇസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ കാര്യങ്ങൾ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആണ് മക്കളെ. ക്രിസ്മസ് എക്സാം 95% ഇട്ടു തമ്മിൽ കണ്ടുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നിങ്ങൾ പ്രതീക്ഷേനേക്കാൾ ഒരു 5% കൂടുതൽ, 5%, 10% കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടിയിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.